അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ പൊറോട്ട വെച്ചിട്ടൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊറോട്ട ആവശ്യമുണ്ട്. വേവിച്ച പൊട്ടാറ്റോ, ചപ്പ്, തേങ്ങ ചിരകിയത്, ചിക്കൻ, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, മൈദ, മയോണൈസ് ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിരകി വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കണേ. തേങ്ങയുടെ നിറക്കൊന്ന് മാറി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. പൊട്ടാറ്റോ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ. നമുക്കിതിലേക്ക് ചപ്പ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ പൊരിച്ചിട്ട് പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊറോട്ട എടുത്തിട്ട് വെക്കാം. അതിൻ്റെ മേലെ മയോണൈസ് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണേ. നമുക്ക് നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മയോണൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹോം മെയ്ഡ് മയോണൈസാണ്, വിത്തൗട്ട് എഗ്ഗാണ് കേട്ടോ. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് മൈദ ഒന്നും തേച്ച് കൊടുക്കുക. ശരിക്കും മൈദ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊറോട്ട ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ തേച്ച് കൊടുക്കുന്നത്. അത് തേച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മയോണൈസ് തേച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, നമ്മളൊരു സുഷീൻ്റെ ഒക്കെ ഒരു പോലെയല്ലേ ഇത്. നമ്മൾ പൊറോട്ടയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ പൊറോട്ടയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ കയ്യിൽ പൊറോട്ട ബാക്കി വന്നതോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് കഴിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വയറ് ഏകദേശം ഫില്ലാവും. നമുക്ക് ഈവനിങ് നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ അടിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ പൊറോട്ട ഉള്ള സൈഡ് എണ്ണയിൽ കിടത്തണില്ല, നമ്മൾ ഫില്ലിങ് വെച്ച രണ്ട് സൈഡും കൂടെയാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് കുറേ നേരം എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ വേവാനായിട്ടൊന്നുമില്ല, ഒക്കെ വെന്ത സാധനങ്ങളാണ്. ഇത് ഫുള്ള് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.